മാർക്കറ്റ് ട്രെൻഡ് ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ? ഇനി പറയാൻ പോകുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ മാസ്റ്റർ ചെയ്താൽ മാർക്കറ്റ് ട്രെൻഡിന്റെ കാര്യത്തിൽ ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. വെൽക്കം ടു ഡേ 14 ഓഫ് ദി ഫോറക്സ് ട്രേഡിംഗ് സീരീസ്. മൂവിംഗ് ആവറേജസ് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലെ പ്രൈസസിന്റെ ആവറേജ് ആണ് ഇത്. മാർക്കറ്റിലെ നോയ്സസിനെ റിമൂവ് ചെയ്തുകൊണ്ട് റിയൽ ട്രെൻഡ് ഷോ ചെയ്യാൻ മൂവിംഗ് ആവറേജസിന് പറ്റും. കോമൺലി യൂസ് ചെയ്യുന്ന രണ്ട് മൂവിംഗ് ആവറേജസ് ആണ് SMA ആൻഡ് EMA, സിമ്പിൾ മൂവിംഗ് ആവറേജ് ആൻഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്. ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഏറ്റവും ബെസ്റ്റ് EMA ആണ്. ഇനി മൂവിംഗ് ആവറേജസ് വെച്ച് ട്രെൻഡ് എങ്ങനെ ഫൈൻഡ് ചെയ്യും എന്ന് നോക്കിയാലോ. ഫോർ എക്സാമ്പിൾ 15-day EMA എടുക്കാം. അതായത് 50 ദിവസത്തിൽ പ്രൈസിന്റെ മൂവ്മെന്റിന്റെ ആവറേജ് ആണ് 15-day EMA. അപ്പോൾ കറന്റ് പ്രൈസ് 15-day മൂവിംഗ് ആവറേജസിന് മുകളിലാണെങ്കിൽ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ് ട്രെൻഡ് ആണ്. ഇതുപോലെ താഴെയാണെങ്കിലോ ഡൗൺ ട്രെൻഡും. മൂവിംഗ് ആവറേജസ് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആകുന്നത്. 15-day EMA 200-day EMA ക്രോസ് ചെയ്യുന്നതിനെയാണ് ഗോൾഡൻ ക്രോസ് അവർ എന്ന് പറയുന്നത്. ഇതൊരു സ്ട്രോങ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്. സെയിം ടൈം ഡെത്ത് ക്രോസ് ഉണ്ട്. 15-day 200-day EMAക്ക് താഴെ ക്രോസ് ചെയ്യുന്നതാണ് ഇത്. ഇതൊരു പൊട്ടൻഷ്യൽ ഡൗൺ ട്രെൻഡ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതുപോലുള്ള കൂടുതൽ ഫോറക്സ് വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യുക.